ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ കുറച്ച് ഭാഗമല്ലേ എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അറ്റ്ലസിലെ ഷോപ്പിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറേ സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് സാരീൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. സെറ്റ് സാരിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ അതിലെ ഡിസൈനും പാറ്റേണൊക്കെ ഒന്ന് നോക്കി പല വെറൈറ്റിയിലുള്ള സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി അതിനൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് സാരിയല്ല, സെറ്റ് മുണ്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബെഡ്ഷീറ്റാണ് എടുക്കാൻ പോയത്. അപ്പോൾ നമ്മൾ 3 ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡിൽ വിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് ടൈപ്പ് ഒരു ഷീറ്റും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡോർമാറ്റ് വാങ്ങിച്ചു. സിറ്റ് ഔട്ടിൽ ഇടാൻ പറ്റുന്ന അത്തരം ഡോർമാറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഞാൻ ചുരിദാർ സെക്ഷനിലൊക്കെ ഒന്ന് കയറി നോക്കി. ഒരുപാട് ടോപ്പുകൾ മാത്രമാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. ചുരിദാറൊക്കെ വേറെ സെക്ഷനിലാണ്, ഇവിടെ ടോപ്പുകൾ മാത്രമാണ്. എല്ലാ ടൈപ്പിലുള്ള ടോപ്പുകളും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പറ്റുന്ന ടോപ്പുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഹാങ്ങറിലാണ് കൂടുതലും ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് സെലക്ട് ചെയ്യാൻ. ഓരോ സൈസും പ്രൈസും ഒക്കെ അവിടെ തന്നെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ പോയിട്ട് നമ്മുടെ അളവിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എത്ര രൂപേൻ്റെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ അതിനനുസരിച്ചിട്ട് അളവും പ്രൈസും ഒക്കെ കൃത്യമായിട്ട് അവിടെ ഓരോ സെക്ഷനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. മിക്സഡ് ആക്കിയിട്ട് ഇട്ടിട്ടില്ല. സൈസ് പ്രൈസ് ഒക്കെ കറക്റ്റാക്കിയിട്ട് ഓരോ ഭാഗത്തും വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പോയാൽ നമ്മുടെ ക്യാഷിനനുസരിച്ച് നമ്മുടെ അളവിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്ത് പോരാം. അതൊരു ഈസി മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കി അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. ഓരോ ഭാഗത്തും ഓരോ വിലയ്ക്കുള്ള ഓരോ സൈസ്, ഇപ്പോൾ എൽ, എം, പിന്നെ XL, XXL എന്നൊക്കെ പറയും പോലെ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഓരോ ഭാഗത്തും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈസ് എത്രയാണ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ സുധി എൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മ സാരി എടുക്കണ്ട, ചുരിദാർ എടുത്താൽ മതി, അതല്ലേ നല്ലത്. അപ്പോൾ ചുരിദാർ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കുറേ എണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പുകളൊക്കെ ഏത് വേണം എന്നുള്ളത് അവങ്ങനെ എടുത്ത് നോക്കണുണ്ട്. അപ്പോൾ ഞാൻ 1-2 എടുത്ത് അവന് കാണിച്ചു കൊടുത്തു, ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു അത് വേണ്ട, വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ അവനും അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടോപ്പുകളാണ് കേട്ടോ. കളർ കോമ്പിനേഷനൊക്കെയാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഡിസൈനും അടിപൊളിയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വില അഫോർഡബിളാണ്, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ല അടിപൊളി ടോപ്പുകളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ടോപ്പുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പർച്ചേസിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, എങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് എന്നുള്ള നിലയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും പട്ടുസാരിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാരിയൊന്നും
കൂടുതൽ എടുത്തിട്ടില്ല. ഡെയിലി യൂസിൻ്റെ 1-2 സാരികൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി കല്യാണത്തിന് എന്തായാലും നമ്മൾ ഡ്രസ്സ് അപ്പോൾ ചൂസ് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. അപ്പോഴത്തെ ഏത് ഡിസൈനാച്ചാൽ അപ്പോൾ എടുക്കാമല്ലോ. ഇപ്പോൾ തന്നെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടുസാരികളാണെങ്കിലും എൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്രാവശ്യം ചെറിയ ഒരു പർച്ചേസ് മാത്രം മതി എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ കുറച്ച് വേറെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഒരു വലിയൊരു പർച്ചേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം സുധി വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 8 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് കാത്ത് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കവറിനകത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് വീണ്ടും കവറിലാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റുകളൊക്കെ ഇരിക്കുന്നു. 3 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ സ്പോഞ്ച് ടൈപ്പ് ബെഡ്ഷീറ്റ്. ഇതൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛന്, അമ്മയ്ക്ക്, ഉണ്ണിയേട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ ചവിട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നെ കുറച്ച് വാങ്ങിച്ചത്. എല്ലാവർക്കും ഒരേ കളർ സെൻസും ഒരേ ഇഷ്ടങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു സെലക്ഷൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വാങ്ങിയിട്ടുള്ള പിന്നെ ഷർട്ട് മാത്രമാണ് മക്കൾക്കൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് പാൻസ് കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. ഇടാത്തത് തന്നെ 2-3-4 ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇനി അത് തീരുമ്പോൾ വാങ്ങിയാൽ മതി, വെറുതെ വാങ്ങി വെച്ച് ഇവിടെ അത് പഴകിയിട്ട് കാര്യമില്ലല്ലോ, ആവശ്യമുള്ളപ്പോൾ അപ്പോൾ എടുത്താൽ പോരെ, ഇപ്പോൾ അത് ഷർട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ സുധി ടീഷർട്ടോ എന്തൊക്കെ വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ ഡബിൾ കോട്ട് ഷീറ്റുകളാണ്, സിംഗിളല്ല. ഒക്കെ 6 അടി ബെഡുമ്മയ്ക്കുള്ള ഷീറ്റുകളാണ്. ഇതൊക്കെ വിത്ത് പില്ലോ കവർ വരുന്നതാണ് ഈ ഷീറ്റുകളൊക്കെ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ ഒരു ഷീറ്റ്. ഇത് ബെഡ്ഷീറ്റാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ഇതിനും പില്ലോ കവർ ഉണ്ട്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ഷീറ്റാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡിൽ വിരിക്കാൻ വാങ്ങിയിട്ടുള്ള സ്പോഞ്ചിൻ്റെ ഷീറ്റ്. ഇതൊരു ബാഗിനകത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ബെഡിൽ വിരിച്ച് കഴിഞ്ഞാൽ ഒട്ടും ബെഡിലേക്ക് ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ വിരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഈ ഷീറ്റ് ഇത് നീങ്ങില്ല, അവിടെ തന്നെ കിടക്കും. ഇതിൻ്റെ മീതെ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. അപ്പോൾ ഇതും ചളിയാവില്ല, നമ്മുടെ ബെഡിൽ ഒട്ടും ചളിയാവില്ല. ഷീറ്റ് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കാനുള്ള ഒരു സ്പോഞ്ച് ടൈപ്പ് ഷീറ്റാണത്. പലരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ മറ്റ് കവർ ഇടുന്നതിന് പകരം ഇത് മതി. എങ്കിലും ബെഡ് മൂടി കിടക്കും, വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മറ്റൊരു വീഡിയോയിൽ ഞാനിത് വിരിച്ചിട്ട് നിങ്ങളെ കാണിക്കേണ്ടത്. വലിയൊരു വെയിറ്റ് ഇല്ല, എങ്കിലും ചെറുതായിട്ട് ഷീറ്റിനേക്കാളിലും കനമുണ്ട്. സ്പോഞ്ച് ടൈപ്പല്ലേ, അതുകൊണ്ട്
രണ്ട് സൈഡും വിരിക്കാൻ പറ്റും കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ പുള്ളികളായിട്ടും വരുന്നു, ഉൾ സൈഡ് ഒരു വൈറ്റ് കോട്ടിംഗ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഏത് ഭാഗവും വിരിക്കാം. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ചെറിയൊരു പർച്ചേസൊക്കെ ഞങ്ങൾ നടത്തി. ഇനി 1-2 സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് ടൈം കുറേ ആയപ്പോൾ പിന്നെ ഞങ്ങൾ നിർത്തി പോരുകയാണ് ചെയ്തത്. 8 മണിയൊക്കെ ആയപ്പോൾ പിന്നെ വീട്ടിലെത്താൻ വൈകുന്നു അതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തി. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം കേട്ടോ. ഈ വശവും വിരിക്കുക, ഈ വശവും വിരിക്കുക, രണ്ട് സൈഡും നമുക്ക് വിരിക്കാം.